അങ്ങനെ പതുപോലെ വീക്കെൻഡ് ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ സാധനമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നേരെ പോയത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ലക്കി ഫ്ലവേഴ്സ് ഷോപ്പിലേക്കാണ്. കാരണം എൻ്റെ ഒരു ഫ്ലവർ പോട്ട് പൊട്ടിയായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ കുറച്ച് ഇഷ്ടമുള്ള ചെടി കിട്ടുവാണെങ്കിൽ മേടിക്കാം. പക്ഷേ ചെടിയൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഈ പോട്ട് ഇച്ചിരി വലുത് തന്നെ മേടിച്ചു. കാരണം ഈ ചെടി നന്നായിട്ട് വളർന്നു. പിന്നെ ഞങ്ങൾ ഈസി മാർഗ്ഗമാണ് ബാൽക്കണിയുടെ ഒരു സാധനം മേടിച്ച് അകത്തോട്ട് വെക്കുക. അപ്പോൾ മേടിക്കുക, വെക്കുക, അത് എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ ഇത്രയും ചുമന്നുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് ഇച്ചിരി പാടല്ലേ. അപ്പം അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ സാധനമൊക്കെ ഒന്ന് അടുക്കി വെച്ചു. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. ഇതൊക്കെയാണ് നമ്മൾ ലുലുവിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ ഒരു വീക്കിലേക്ക്. അതൊക്കെ മേടിച്ചതിന് ശേഷം ഞാനെല്ലാം എടുത്തു വെച്ചു. പിന്നെ പുതിയ സാധനം അപ്പോൾ തന്നെ യൂസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. പിന്നെ അപ്പോൾ തന്നെ ആ പോട്ടിലേക്ക് ചെടിയൊക്കെ എടുത്ത് പെബിൾസൊക്കെ ഇട്ടിട്ട് ചെടിയൊക്കെ വെച്ചു. പിന്നെ മേടിച്ച വാട്ടർ സ്പ്രേ ബോട്ടിലും അപ്പം തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ചെടിക്കെല്ലാം തകർത്ത് വെള്ളം ഒഴിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, എത്ര ദിവസം ഒഴിക്കുമെന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പം നല്ല തകൃതിയായിട്ട് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ വൈകിട്ടത്തെ വീഡിയോ ആണ് എടുത്തത്. പിന്നെ കീൻവൈ പ്രിപ്പയർ ചെയ്ത് ഒരാഴ്ചത്തേനുള്ള എല്ലാ കൂട്ടാനും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ച് ലിവിങ് റൂമിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അവിടുന്ന് മാറി. ഇനി നടന്നു വന്നപ്പോഴാണ് നമ്മുടെ വേറൊരു റൂമിലെ അവസ്ഥ കണ്ടത്. മൊത്തം ഉടുപ്പിരിക്കുകയാണ്. ഇനി അതൊക്കെ അടുക്കണം. പിന്നെ ഞാൻ തേക്കാൻ നേരം TV ഒക്കെ കണ്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഇത് കണ്ടോ, ഇത് ടീച്ചേഴ്സ് ഡേക്ക് എനിക്ക് കിട്ടിയ നല്ലൊരു ഗിഫ്റ്റാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ്.